എന്നെ മറൈൻ ഡ്രൈവിലേക്ക് വിളിച്ചു വരുത്തുക, എന്നെ കാണുമ്പോ കെട്ടിപ്പിടിക്കണമെന്ന് പറയുക, കിസ് ചെയ്യണമെന്ന് പറയുക, ചെയ്യിപ്പിക്കുക. അല്ലാണ്ട് നമ്മള് ശാരീരിക ബന്ധത്തിൽ നിന്ന് ഏർപ്പെട്ടിട്ടില്ല. അലന് ആ കുട്ടിയോട് പ്രണയം ഉണ്ടായിരുന്നോ? ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഈ പൊതുവേദികളിൽ ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നു, അവരുമായി പരസ്യമായി ഇടപഴകുന്നു? അവര് ആണിനെ മോശം കണ്ണിൽ നോക്കുക, മോശമായിട്ട് ടച്ച് ചെയ്യുക, അതൊക്കെ തെറ്റല്ലേ? ഈ മന്ദബുദ്ധിയോട് പ്രതികരിച്ചാൽ പോലും മന്ദബുദ്ധിക്ക് മനസ്സിലാകില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അത്തരത്തിൽ സ്വയം തരം താഴുന്നുണ്ടോ അലൻ ജോസ് പെരേര? കല്യാണം കഴിക്കണമെന്ന് അപ്പോൾ സെറ്റ് വെച്ച് പറയുമായിരുന്നു. അപ്പൊ എന്തായിരുന്നു അലന്റെ പ്രതികരണം? നോക്കാണ്ട് പറഞ്ഞ റിയ എന്ന ഇര എന്നെ കെട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ കെട്ടിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് ചൂട് കടുക്കുന്നതിനിടയിലും ട്രെൻഡിംഗ് മണ്ണായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് അലൻ ജോസ് പെരേരയുമായി ബന്ധപ്പെട്ട മീടു ആരോപണങ്ങളും പ്രതിവാദങ്ങളുമൊക്കെ. എന്താണ് ആ കാര്യത്തിൽ അലൻ ജോസ് പെരേരയ്ക്ക് പറയാൻ? ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അലൻ തന്റെ ഫേസ്ബുക്കിൽ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ആരോപണം ഉന്നയിച്ച ആ സ്ത്രീയെ സംരക്ഷിക്കാൻ WCC ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് അലന്റെ ആരോപണം. പലരും അലനെ തകർക്കാനായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിന് അലന് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അപ്പോ നമസ്കാരം മലയാളി വാർത്തയിലേക്ക്. ഈ സ്വയം കോമാളിയാകുന്നതാണോ അതോ കുറച്ച് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കോമാളി വേഷം കെട്ടുന്നതാണോ? ജനങ്ങളാക്കുന്നതാണ്. അതിനുവേണ്ടി നിന്നു കൊടുക്കാറുണ്ടോ? റിവ്യൂവിന്റെ സമയത്തൊക്കെ അങ്ങനെ പല പല പ്രശ്ന വേഷങ്ങളൊക്കെ കെട്ടാറുണ്ട്. ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണോ? ഫേമസ് അല്ല, കുറച്ച് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി. ഫേമസ് എന്ന വാക്ക് വരുന്നു പോകുന്നു, ശ്രദ്ധിക്കൊടുക്കുന്ന വാക്ക്. എന്തിനാ അങ്ങനെ കോമാളി വേഷം കിട്ടി എന്തിനാ ശ്രദ്ധിക്കപ്പെടുന്നത്? നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച നല്ല രീതിയിൽ ഇടപെട്ടാൽ നമുക്ക് ശ്രദ്ധ കിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമ്മള് സിനിമ അഭിനയിക്കാൻ പാഷനുള്ള ആളായിരുന്നു. അപ്പൊ അത് ട്രൈ ചെയ്തപ്പോൾ പല പല ഓഡീഷന് പോയപ്പോൾ നിരാശയായിരുന്നു നമുക്ക് ഫലം. അപ്പൊ അത് അങ്ങനെയുള്ള സമയത്താണ് ആറട്ടെണ്ണം ട്രെൻഡിങ്ങിൽ വന്നത് ആദ്യമൊക്കെ. അപ്പൊ ആറട്ടെണ്ണന്റെ ഒരു പിന്തുണ, ഒരു സപ്പോർട്ട് കാരണം ഞാൻ എത്തി, മനസ്സിലായ. ഞാൻ വന്നു കഴിഞ്ഞ് പിന്നെ എന്നോട് സപ്പോർട്ട് ചെയ്ത് പിന്നെ റിവ്യൂ തുടർന്നു നമ്മള്. അലനൊരു പൊട്ടനാണ്, മന്ദബുദ്ധിയാണ് എന്നൊക്കെ കൂടെ ഉള്ളവർ തന്നെ പല ഇന്റർവ്യൂവിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ തെറ്റാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും വരില്ലായിരുന്നു, ഇത്രത്തോളം കോലാഹലങ്ങൾ ഉണ്ടായില്ലായിരുന്നു. കാരണം റിയ എന്ന ഇര എന്നെ കെട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ കെട്ടിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇര അവരെ കുറിച്ച് ആദ്യം മോശമായി പറഞ്ഞത് അലനാണ്. 40 വയസ്സായ സ്ത്രീയാണ്, എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്, പല രീതിയിലും എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, എന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലനാണ്. അതിലൊന്നും ഞാൻ മാറ്റി പറയുന്നില്ല. അല്ല, എന്തുകൊണ്ടാണ് ആ പ്രലോഭിപ്പിക്കുന്ന സമയത്തൊക്കെ എന്തുകൊണ്ട് അത് തുറന്നു പറയാതെ ഒരു സമയം വന്നപ്പോ? ഇത് നിങ്ങളുടെ ഗെയിം പ്ലാൻ ആണോ? എന്റെ ഗെയിമല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ ട്രൈ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളൊരു ഫാഷൻ ഫീൽഡിൽ നിൽക്കുമ്പോ, ഒരു ലൈം ലൈറ്റിൽ നിൽക്കുമ്പോ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തോണ്ടിരുന്നു ഷൂട്ടിങ്. അപ്പൊ അത് തടസ്സപ്പെടാൻ വേണ്ടി പല പല അടുത്തു നിന്ന് പല പല ഇവളെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പല പല ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പോലും നമ്മള് മുന്നോട്ട് പോയത് ഇവളുടെ ക്യാരക്ടർ നോക്കിയിട്ടല്ല, നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ആക്കണം, ഇറക്കണം എന്ന രീതി നമുക്കുണ്ടായിരുന്നു, ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെറ്റി വെച്ച് പല പല മോശം പ്രവണതകളിൽ നിന്ന് കിട്ടിയത് പോലും നമ്മള് തുടർന്ന് പോയത്. അപ്പൊ അതിന് അനുവാദം കൊടുത്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് പിന്നീട് അത് ഇത് തീർന്നപ്പോ ഇത് വിളിച്ചു പറയാനുള്ള കാരണം എന്താണ്? ആ സ്ത്രീ ആ ഇര വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് കല്യാണം കഴിക്കണമെന്ന് അപ്പോൾ സെറ്റ് വെച്ച് പറയുമായിരുന്നു. അപ്പൊ എന്തായിരുന്നു അലന്റെ പ്രതികരണം? നോക്കാണ്ട് പറഞ്ഞ സ്ത്രീക്ക് 40 വയസ്സാണെന്ന് അറിയില്ലായിരുന്നോ? 30 എന്നൊക്കെ പറയാം, അറിയാം. 30 വയസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, 40, 39 പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എപ്പോഴാ ഇത് അറിഞ്ഞത്? ഈ ഇടക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ അവള് ഒരു ഇതിട്ടത്, ഡേറ്റ് ഓഫ് ബർത്ത് 1989. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 40 വയസ്സായെന്ന്. 30 വയസ്സോളം കഴിഞ്ഞ് മനസ്സിലായി സ്ത്രീയാണ്. എങ്ങനെയാ ഈ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പരിചയം എങ്ങനെയാണ്? ബ്രൈറ്റ് ആണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. ബ്രൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രൈറ്റിനെ ഈ റിയ പ്രണയിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ തലയിലേക്ക് പെടുത്താൻ വേണ്ടിയുള്ള പലതര കുശാലകല ബുദ്ധിയെന്ന് തന്നെ പറയും. എന്നുവെച്ചാ ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞാ, നമ്മളെ ചാരിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ, ബ്രൈറ്റിന് കയ്യൊയ്യാന്നുള്ളൊരു ഇതുണ്ട്. ബ്രൈറ്റ് ബസൂക്കയുടെ സെറ്റി വെച്ചൊക്കെ ഇവിടെ നിരന്തരം വിളിക്കുമായിരുന്നു.
നമ്മളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വിളിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ചിരിച്ചും കളിച്ചൊക്കെ ഒരു വർത്തമാനം പറയുകയുണ്ടായി. ഞാൻ അപ്പോഴൊന്നും എനിക്ക് ഫോൺ തന്നില്ല, സംസാരിച്ചില്ല. പിന്നെ ഇവിടെ ഞാൻ കാണുന്നത് മറ്റേ മീഡിയക്കാരെ വെച്ചൊരു പ്രൊമോഷൻ ഞാൻ നടത്താമെന്ന് പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്യുന്ന മുമ്പേ. അപ്പൊ അങ്ങനെ ഒരു റീൽസ് ഷൂട്ട് ചെയ്തു. അതൊരു ഇന്ത്യ ബസ് ചേർന്ന് അഭിനയിക്കണമെന്നൊക്കെ ആ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ അത് കുട്ടി ചെയ്തു. അത് അങ്ങോട്ട് പ്രണയം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ ചെയ്യും. അല്ല, ആ കുട്ടിയുടെ പ്രണയം ഉണ്ടായിരുന്നോ? ഇല്ല ഡെഫിനറ്റ്ലി ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഈ പൊതുവേദികളിൽ ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നു, അവരുമായി പരസ്യമായി ഇടപഴകുന്നു? അത് മറ്റേ തിയേറ്ററിൽ വെച്ച് കാണിച്ചത് അതൊരു ഷോർട്ട് ഫിലിം ഷൂട്ടിംഗും തുറന്നുകൊണ്ടുവന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മളെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്താണെന്ന് പലപ്പോഴും പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിരുന്നു. അതൊരു പ്രണയത്തിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിലായോ? നമ്മളൊരു പാവപ്പെട്ടവനാണ്, നമുക്ക് ജോലി ഇല്ല, മറ്റേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലിയിലേക്ക് കടക്കാൻ പോകണുള്ളതൊക്കെ പലതും പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് ജീവിതം പൊളുത്താന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു പലപ്പോഴും. എന്ത് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്? നമ്മളൊക്കെ കെട്ടണം എന്ന് പറഞ്ഞ് മറ്റേ ഇവളുമായിട്ട് ഈ വീഡിയോ ഉണ്ടല്ലോ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇവളുമായിട്ടുള്ള റീൽസ് ആണ് പറഞ്ഞ ആദ്യം ഭീഷണിപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് പലപ്പോഴും എന്നെ മറൈൻ ഡ്രൈവിലേക്ക് വിളിച്ചു വരുത്തുക, എന്നെ കാണുമ്പോ കെട്ടിപ്പിടിക്കണമെന്ന് പറയുക, കിസ് ചെയ്യണമെന്ന് പറയുക, ചെയ്യിപ്പിക്കുക. അല്ലാണ്ട് നമ്മള് ശാരീരിക ബന്ധത്തിൽ നിന്ന് ഏർപ്പെട്ടിട്ടില്ല ഇവളായിട്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അലൻ അവരെ ശാരീരികമായി ഒരുപാട് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞു. ഇവിടെ ഞാൻ രാത്രി കാലങ്ങളിൽ ബസ് ഇല്ലല്ലോ 10 മണി കഴിയുമ്പോൾ. അപ്പോൾ ഞങ്ങളൊരു റീൽസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 8 മണിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുകയുണ്ടായി. അപ്പോൾ പോലും ഇവള് നമ്മള് എന്നോട് മോശമായിട്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ബൈക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ മുറുക്കി പിടിക്കുക, കെട്ടിപ്പിടിക്കുക, മോശമായിട്ടുള്ള ടച്ചിങ് ഒക്കെ ഇങ്ങോട്ട് കാണിക്കുക. തന്നെ വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അവളുടെ ഒരു രീതിയും വർത്താനവും കാണുമ്പോൾ നമുക്ക് അപ്പൊ പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുകൊണ്ടാണ് അന്ന് പൊട്ടിത്തെറിക്കാഞ്ഞത്. മനസ്സിലായോ? നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, പെട്ടെന്ന് പ്രതികരിച്ച് എന്റെ ഷോർട്ട് ഫിലിമിന്റെ റിലീസും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കയ്യട്ടെ എന്ന് കാത്തിരുന്നത്. മനസ്സിലായോ? ഈ ഒരു ഇരയെ കുറിച്ച് മോശമായി പറഞ്ഞതിൽ മാപ്പ് പറയണമെന്ന് തോന്നുന്നുണ്ടോ? മോശമായി ഞാൻ വേറെ രണ്ടും പറഞ്ഞല്ലോ. അവള് ചെയ്തത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അവളെ ഞാൻ ശാരീരികമായിട്ട് പിടിപ്പിച്ചെന്ന് പറഞ്ഞ തെറ്റല്ല. അവളെ എന്നെ ഒരു ആണിനെ മോശം കണ്ണിൽ നോക്കുക, മോശമായിട്ട് ടച്ച് ചെയ്യുക, അതൊക്കെ തെറ്റല്ലേ? അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് വിളിച്ചു പറഞ്ഞില്ല? അങ്ങനെ തോന്നിയെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങള് കഴിയുന്നത് വരെ, നിങ്ങളുടെ ഷോർട്ട് ഫിലിം കഴിയുന്നത് വരെ മൂടി വെക്കേണ്ടി വന്നു, സാഹചര്യം കൊണ്ട് വന്നു. കാരണം നമ്മുടെ ഒരു പെൺകുട്ടി നമ്മുടെ ഷോർട്ട് ഫിലിം അഭിനയിക്കില്ല എന്നൊരു മോശപ്പേരുണ്ടായിരുന്നു, അലിൻ ജോസിന്റെ കൂടെ അഭിനയിക്കില്ല എന്നുള്ള. ആ പേര് മാറ്റാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു മാത്രം, അല്ലാണ്ട് ഇവളെ മോശമായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടില്ല. അല്ല, ഇതിലൂടെ മാപ്പ് പറയാൻ തയ്യാറാണോ? ഇവൾക്ക് വല്ല മറ്റേ ഈ പെൺകുട്ടിക്ക് ഇതിൽ വല്ല മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാപ്പ് പറയുന്നു കറക്റ്റായിട്ട്. ഇത്രയും നമ്മളെ പറ്റി പറഞ്ഞ് ഇപ്പൊ ലൈവായിട്ട് പറയേണ്ട ആവശ്യമുണ്ട് പെൺകുട്ടിക്ക്. എനിക്ക് എന്തെങ്കിലും നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ പരാതിപ്പെടുക, വനിതാ കമ്മീഷൻ ഇടപെടും ഇപ്പൊ പെണ്ണുങ്ങൾക്കെതിരെ. അല്ലാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് നമ്മളെപ്പറ്റി പറയുക, ലോകം മൊത്തം അത് ട്രെൻഡിങ് ആക്കുക, അതിലൂടെ ആ പെൺകുട്ടി പിന്നീടും ഫേമസ് ആകുക, അതൊക്കെ തെറ്റല്ലേ? ഇത് തുടങ്ങിയ തലനല്ലേ? അത് കാരണം മറ്റേ അവള് ആത്മഹത്യ ഭീഷണിപ്പെടുത്തി. അപ്പൊ എനിക്ക് പേടിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. എന്ത് പറഞ്ഞിട്ടാണ് ആത്മഹത്യ ഭീഷണി നടത്തിയത്? എന്നെ കല്യാണം കഴിക്കണം, ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോകാം, ബാംഗ്ലൂര് പോയി ജീവിക്കാം, രജിസ്റ്റർ മാരേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഇതൊക്കെ വീട്ടിലറിയാം? വീട്ടിൽ ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തില്ല, അതുകൊണ്ട് തെളിവില്ല, എനിക്ക് പറയാൻ മാത്രമേ പറ്റൂ. ഇതൊക്കെ വീട്ടിലറിഞ്ഞപ്പോഴുണ്ടായ ഒരു വീട്ടുകാരുടെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സമീപനം എങ്ങനെയാണ്? കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞു ഇവളെ കെട്ടാൻ സമ്മതിക്കില്ല. അതിന് സമ്മതമായിരുന്നോ? അല്ല, ഇങ്ങനെ പ്രശ്നം ഇതുവരെ പരിഹരിച്ചു പോകുന്ന ഓർത്ത് ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ വീട്ടിൽ പറഞ്ഞിരുന്നു. 39 ആണെങ്കിലും കുഴപ്പമില്ല കെട്ടാന്ന് പറഞ്ഞപ്പോ വയസ്സിന് മൂത്തൊരു പെണ്ണിനെ കെട്ടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് ഇഷ്ടമൊന്നും അല്ല, എന്നാലും ഈ സാഹചര്യം ഒന്ന് ഒഴിവായി പൊക്കോട്ടെ എന്ന് ഓർത്താണ് അങ്ങനെ. ഇഷ്ടമല്ല ശരിക്കും അന്നൊന്നും. ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ മോശം പറയുന്നത് ശരിയാണ്? അവര് നല്ലതോ ചീത്തയോ അത് തീരുമാനിക്കേണ്ടത് അലനല്ല. അതല്ല, എനിക്ക് മോശം പറഞ്ഞല്ലോ, എനിക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങള് ഞാൻ പൊതുസമൂഹത്തിന് അറിയിച്ചു എന്ന് മാത്രം. ഒരു ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ വന്ന അഭിനയിച്ച് പോയാൽ പോരെ? ഇതുപോലത്തുള്ളൊരു
മെന്റലി ഡിപ്രഷൻ ആയിട്ടുള്ള സെക്സ്വലി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ പെൺകുട്ടിക്ക് ഇത്ര ഓപ്പൺ ആയിട്ട്, അതും ഇത്രയും വലിയ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അലൻ ജോസ് പെരേര വ്യക്തിയോട്. മനസ്സിലായോ? സ്വയം സൂപ്പർ സ്റ്റാർ എന്ന് ചിന്തിക്കാറില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയാ പബ്ലിക്കിൽ നിൽക്കുന്ന ആള്, ജനങ്ങളായിട്ട് ഇടപെട്ട് നിൽക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ബസ്സിലാണെങ്കിലും മെട്രോയിലാണെങ്കിലും യാത്ര ചെയ്യുന്ന ആളാണ്, പൊതുസമൂഹത്തോട് ഇടപെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് നമ്മളെ രീതിയും സ്വഭാവങ്ങളും പൊതുജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇവള് പറഞ്ഞ് ആരും കരിവാരത്തേക്കാനും വരുന്നില്ല, കല്ലെറിയുന്നുമില്ല. മറ്റുള്ള സംഭവങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പെൺകുട്ടി ഇങ്ങനെയൊക്കെ ആറാട്ടണ്ണൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അതൊക്കെ മോശമായിട്ടുള്ള അതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞുള്ള സംഭവങ്ങളാണെന്ന് നടന്നിട്ടില്ല. വെറുതെ പറയണേ, ഒരു ഫെയിം കൂടാൻ വേണ്ടി പറയണേ ആറാട്ടണ്ണൻ, അല്ലാണ്ട് ഉള്ള സംഭവങ്ങളൊന്നും. ഇതൊക്കെ അറിഞ്ഞപ്പോ ആറാട്ടണ്ണന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ആറാട്ടണ്ണൻ ആ ഓറൽ സെക്സിന്റെ കാര്യം പറയാനുള്ള കാരണം മനഃപൂർവ്വം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ വാക്കാ പോലും പറഞ്ഞിട്ടില്ല. പുള്ളി അങ്ങനെ കൈ നിരത്ത് പറഞ്ഞതാണ്. പറയാനുള്ള കാര്യം, ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയി, TV പ്രോഗ്രാമിന്. ഇത്രയും കോലാഹലം കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയുണ്ടായി, മനസ്സിലായോ? അപ്പൊ തിങ്കളാഴ്ച ഞാൻ അനശ്വര രാജന്റെ ഉദ്ഘാടനത്തിൽ കാണാൻ പോയി. അപ്പോഴും ആൾക്കാർ നമ്മളോട് മോശമായിട്ട് പ്രതികരിച്ചില്ല. പിന്നെ ചൊവ്വാഴ്ച അമൃത TVയിൽ പ്രോഗ്രാമിന് പോയി, കോമഡി മാസ്റ്റേഴ്സിന്. അപ്പൊ ആറാട്ടണ്ണനെതിരെയുള്ള ഒരു വാർത്ത കണ്ടപ്പോൾ പുള്ളി സെറ്റ് ചെയ്യുന്ന ഓടിക്കളഞ്ഞു. അല്ല, പ്രതികരിച്ചിട്ടും കാര്യമില്ല ഈ മന്ദബുദ്ധിയോടെ എന്ന് കുറെ കമന്റുകൾ വരുന്നുണ്ട്. ആളുകള് കുറെ ഈ മന്ദബുദ്ധിയോട് പ്രതികരിച്ചാൽ പോലും മന്ദബുദ്ധിക്ക് മനസ്സിലാകില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അത്തരത്തിൽ സ്വയം തരം താഴുന്നുണ്ടോ അലൻ ജോസ് പെരേര? ചോദ്യം ക്ലിയർ ആയില്ലെന്ന് തന്നെ ഇപ്പൊ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ആരും കല്ലെറിയുന്നില്ല, നിങ്ങൾ ആരും ചീത്ത വിളിക്കുന്നില്ല. അതായത് നിങ്ങൾ ചീത്ത വിളിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിയില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അതിനെപ്പറ്റി പറയാനുള്ളത്, ഇപ്പൊ പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നക്കാരെ സാധാരണ മാറ്റി നിർത്താറൊക്കെ ഉണ്ടല്ലോ പൊതുസമൂഹത്തിൽ നിന്ന്. അപ്പൊ ഞാനങ്ങനെ മാറി നിൽക്കുന്ന ഒരു ആളല്ലല്ലോ. ഞാൻ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, മനസ്സിലായോ? ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഉദ്ഘാടന വേദിയിൽ നമ്മളെ ആദരിക്കുകയുണ്ടായി. ഷോർട്ട് ഫിലിം അഭിനയിച്ചിരുന്നു, റാക്കറ്റ് എന്ന ഷോർട്ട് ഫിലിമിൽ കെ മുരളീധരൻ സാറിന്റെ. അപ്പൊ അതിൽ എന്നെ അഭിനയിപ്പിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തത് നടൻ ബാല സാറാണ്. അപ്പൊ ആ ഷോർട്ട് ഫിലിം അഭിനയിച്ച ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഒരു പ്രിവ്യൂ നമ്മുടെ ഈ SRM റോഡിൽ വെച്ച് നടന്നത്. അപ്പോ അതിൽ വെച്ച് നമ്മളെ ആദരിക്കുകയുണ്ടായി. ഇത്രയും പെണ്ണ് കേസ് വരെ ഉണ്ടായിട്ട്. ഈ ഇരയുമായിട്ട് ഈ ഒരു പ്രശ്നത്തിന് ശേഷം സംസാരിക്കുകയോ അവരോട് മാപ്പ് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിളിച്ചെടുക്കാറില്ല. ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു, എടുക്കാറില്ല. വിളിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം കൂടുന്നതുകൊണ്ട് ഈ പെണ്ണോട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് ഓർത്ത് വിളിച്ചായിരുന്നു 1-2 പ്രാവശ്യം, പക്ഷെ എടുത്തില്ല. ഇവരാരാ ഇപ്പൊ സംരക്ഷിക്കുന്നത്? ഇരയെ സംരക്ഷിക്കുന്നത് ഇപ്പോ ലൈം ലൈറ്റ് നിൽക്കുന്ന ഏതെങ്കിലും നടന്മാരായിരിക്കും എന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും സംഘടന ഇവരോടൊപ്പം ഉണ്ടോ? വനിതാ സംഘടന ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയില്ല. ആരെങ്കിലും പിൻബലം ഇല്ലാന്ന് ചെയ്യാൻ പറ്റില്ല. WCC ഒക്കെ ഉണ്ടെന്ന് അലൻ തുടക്കത്തിൽ പറഞ്ഞു. പിന്നെ സ്മാർട്ട് പിക്സ് മീഡിയ ഇതില് കൈയുണ്ടെന്ന് ഓർക്കുന്നുണ്ട്. കാരണം സ്മാർട്ട് പിക്സ് മീഡിയ ഇവർക്ക് പൈസ കൊടുത്തിട്ടാണ് ഇറക്കിയെന്ന് പലരും പറയുന്നുണ്ട്. എനിക്ക് സത്യം അറിഞ്ഞിട്ടില്ല, മനസ്സിലായോ? അല്ല, WCCക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഇവരെ സംരക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു ഗ്രൂപ്പില് ചർച്ച വന്നാണ്. WCCയിലൊക്കെ ഇടപെടുന്നുണ്ട്, അലിൻ ജോസിനെതിരെ പ്രതികരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മള് സിനിമയില് ആരുമല്ല, മനസ്സിലായ? സിനിമയിൽ ബന്ധപ്പെട്ട ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞ പലർക്കും അറിയാവുന്ന മാത്രം, അല്ലാണ്ട് സിനിമയുടെ തലപ്പത്തൊന്നും നമ്മളില്ല. അതുകൊണ്ട് തന്നെ അവര് ഇടപെടില്ലെന്നാണ് എന്റെ വിശേഷം. പിന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ലോകം ഇങ്ങനെ ആർക്ക് വേണ്ടിയും സംസാരിക്കുമെന്ന് തന്നെ പറയാം, മനസ്സിലായോ? ഇത് വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? കേസ് എടുത്തു എന്നൊക്കെ പറയണ്ടായി. നമ്മളാരും എന്നെ ഒരു DGPയും SP ഒന്നും വിളിച്ചിട്ടില്ല ഇതുവരെ. വനിതാ കമ്മീഷനൊന്നും ഒരു മാഡം എന്നെ വിളിച്ചിട്ടില്ല. ഓൺലൈൻ ന്യൂസുകാരെ ഡെയിലി വിളിക്കുന്നുണ്ട്, ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഓരോ വിഷയങ്ങൾ വരുമ്പോ സംസാരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, മാത്രമേ ഉള്ളൂ സംഭവിക്കുന്നത് എല്ലാ ദിവസവും. ഈ തുടക്കമിട്ട അലൻ അവസാനിപ്പിക്കുമ്പോ എന്താ പറയാനുള്ളത്? ഈ ഒരു വിഷയത്തിൽ തുടക്കമിട്ടത് അലനാണ്. ഈ ഒരു ഇരയെ കൊണ്ട് മീറ്റു ആരോപണം വരെ പറയിപ്പിച്ചത് അലനാണ്. വിഷമമുണ്ട് അതില്. ഞാൻ തന്നെയാണ് ഇടപെട്ടതെന്ന് കാര്യത്തിൽ എനിക്ക് അധികം സങ്കടമില്ല. കാരണം ഇത് ആത്മഹത്യ ചെയ്യും, ഭീഷണി, നാളെ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് കറക്റ്റായിട്ടത് ജനങ്ങളെ അറിയിച്ചില്ലെങ്കിൽ നാളെ എന്നെ പോലീസ് ആത്മഹത്യയുടെ പേരിൽ കേസെടുത്തോന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
അതെനിക്കെതിരെ തിരിഞ്ഞു ഭാവിയിൽ. ഈ വയറ് വീർപ്പിച്ചിട്ട് വന്നിട്ട് നാളെ എന്റെ കുഞ്ഞ്, അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളല്ലേ? മോശപ്പെട്ട കാര്യമല്ല. ഇവരെ പറ്റി അറിയുന്ന ഗ്രൂപ്പ്, ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് ഈ റിയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക്. അപ്പൊ അവര് പറഞ്ഞതാണ് മറ്റേ നിങ്ങള് അലിൻ ജോസിന് റിയക്കെതിരെ ഒരു കൊച്ചു വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാണ്ട് എങ്ങനെയാണ് കൊച്ചി എനിക്ക് മനസ്സിലായി. അല്ല, അതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നതിന് നാണക്കേടൊന്നുമില്ല. നാണക്കേടില്ലല്ലോ, നമ്മള് ഓപ്പൺ ആയിട്ട് പറയുന്ന മൈൻഡാണ് എല്ലാ കാര്യത്തിലും. ആ ഓപ്പൺ മൈൻഡിലല്ലേ ഇപ്പൊ പണി കിട്ടിയത്? പണി കിട്ടിയപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്താ ഈ സമയത്ത് ഇരയോട് പറയാനുള്ളത്? എന്താ നമ്മളെ പറ്റി ഇനിയും പറഞ്ഞോണ്ടിരിക്കാണ്ട് നിങ്ങള് കറക്റ്റായിട്ട് നിയമത്തിന്റെ മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഈ ലൈവിൽ വന്ന് പറയുക, ട്രോൾ വരിക, കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ എന്റെയും കൂടി ഫേസ് വന്ന് നാട്ടക്കേസാണ് മാറ്റാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇന്ന് നിയമത്തിൽ കോടതി മുമ്പോടെ പൊക്കോട്ടെ, തെളിയിക്കട്ടെ. ഇരയോട് ഒരിക്കൽ കൂടെ മാപ്പ് പറയാൻ തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാപ്പ് പറയുന്നു ഇരയോട്. അതുപോലെ എന്നെ പറ്റിയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് പിൻവലിക്കണം. പിന്നെ ഇര കഴിഞ്ഞ ദിവസം അബാക് മീഡിയ വഴി 1 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു. അത് തെറ്റാണ്, ഹണി ട്രാപ്പാണിത്. അതിന് കറക്റ്റായിട്ട് അത്ര മാപ്പ് കൊടുക്കേണ്ട കാര്യങ്ങളില്ല. 1 കോടി രൂപ ചോദിച്ചു. ആരാ ചോദിച്ചത്? ഇര ചോദിച്ചെന്ന് പറഞ്ഞാണ് അബാക് മീഡിയ ചോദിച്ചത്. അബാക് മീഡിയയിൽ ആരാണ് ചോദിച്ചത്? ആങ്കർ ഇരയുടെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ ചോദിച്ചു. റിയ പറഞ്ഞു 1 കോടി രൂപ തന്നാൽ കേസ് മാറും. എന്തായാലും ഒരു സ്ത്രീക്കെതിരെ എത്ര മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് മലയാളി വാർത്ത പറയുന്നില്ല. ഇതിൽ 90% തെറ്റ് അലന്റെ ഭാഗത്താണ്. കാരണം അലൻ ജോസ് പെരേരയാണ് ഇത് തുടങ്ങി വെച്ചത്. അതിനുശേഷമാണ് ആ ഇര ഇത് പറയാൻ അവർ ബാധ്യസ്ഥരായത്. എന്തായാലും അലൻ ജോസ് മലയാളി വാർത്തയിലൂടെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇരയോട്. ആദ്യമായി എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇനി ഇരയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവരുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഇതിലെന്താണ്, ഈ മാപ്പ് സ്വീകരിക്കുന്നുണ്ടോ അതോ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ടോ, എന്താണ് അവരുടെ നിലപാട് എന്നുകൂടി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. ക്യാമറാമാൻ രാജീവായ പ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.